യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ശുശ്രൂഷ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമായിരുന്നല്ലോ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു സൂചന അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നൽകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, സർക്കംസ്പെക്ട്ലി എന്നുള്ള ആ പദമാണ് സൂക്ഷ്മത്തോട് എന്നുള്ള ആ പദത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. 4 പാടും നമ്മൾ നോക്കിക്കൊണ്ട് ജാഗരൂകരായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. നമ്മെ ദൈവം സൂക്ഷിക്കും, ദൈവം നമ്മെ പരിപാലിക്കും എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഈ ഒരു കാര്യം മറന്നു പോകരുത്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ആ ദൈവത്തിന്റെ റിസോഴ്സസ്, അതായത് ദൈവം നമുക്ക് നൽകുന്നതായ ആത്മീയമായ അറിവ്, പരിജ്ഞാനം, വിവേചന അധികാരം, ഇവയെല്ലാം തന്നെ ഈ ഭൂമിയിൽ നമുക്ക് തന്നെ നമ്മെ സുരക്ഷിതമുള്ളവരാക്കുവാൻ കഴിയും എന്നുള്ളതായ സത്യമാണ് നമുക്കിവിടെ ഗ്രഹിക്കാൻ കഴിയുന്നത്. നമ്മൾ അലംഭാവത്തോടെ ജീവിച്ചാൽ ഒരിക്കലും ദൈവം അതിന് ഉത്തരവാദിയാവുകയില്ല. എപ്പോഴും നമ്മൾ വളരെ സൂക്ഷ്മത്തോടെ ജീവിക്കണം. നമ്മുടെ ഭാഗം നമ്മൾ നേരെയാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം അന്തസത്ത എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമുക്കറിയാം, ആളുകൾ പറയാറുണ്ട് പാതി മനുഷ്യനും പാതി ദൈവവും എന്ന് പറയാറുണ്ട്. അത് എനിക്ക് അത്രത്തോളം യോജിപ്പില്ല എങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങളിൽ അതിൽ സത്യമുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായ നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവുകൾ, ദൈവം നമുക്ക് തരുന്നതായ ആത്മീയമായ വിഭവങ്ങൾ, ഇവയെ നമ്മൾ നന്നായി ഉപയോഗിച്ചാൽ ഈ ഭൂമിയിൽ നമ്മൾ സുരക്ഷിതത്തോടുകൂടെ നമുക്ക് വസിക്കുവാൻ ഇടയായിത്തീരും. അതാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത വാക്യം, 16-ാമത്തെ വാക്യം, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ഇനിയും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സമയം അത് വളരെ പ്രഷ്യസ് ആണ്, വളരെ വിലയുള്ളതാണ്. നമ്മുടെ പണത്തെക്കാളും മൂല്യമുണ്ട് സമയത്തിന്. അത് ഒരു മനുഷ്യന്റെ അന്ത്യത്തോടടുക്കുമ്പോൾ അവന് ബോധ്യമായി തീരും സമയം എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത്. എന്നാൽ ഇന്ന് മനുഷ്യർ തങ്ങൾക്കുള്ള സമയത്തെ വില കുറച്ച് കാണുകയും വെറുതെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നതായ അനുഭവങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകുന്നതായ സമയം, ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്നത് 70, 80, അതിലേറെ 90 അങ്ങനെയുള്ള വയസ്സിലേക്കായിരിക്കാം. പക്ഷേ നമുക്ക് ആരോഗ്യമുള്ള സമയം, ബൈബിളിൽ തന്നെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നുണ്ടല്ലോ, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തോളുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഓർക്കാനും ദൈവത്തിനെ പ്രവർത്തിക്കുവാനും ദൈവ ഇഷ്ടം ചെയ്യുവാനും ഏറ്റവും നല്ല സമയം നമ്മുടെ യൗവനകാലമാണ്. പല ആളുകളും യൗവനകാലം പിന്നിട്ടവരുണ്ട്, പല ആളുകളും യൗവനകാലത്തിൽ ജീവിക്കുന്നവരുമുണ്ട്, പല ആളുകളും യൗവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇരിക്കുന്നവരുമുണ്ട്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, യൗവനകാലം സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അഥവാ നമ്മുടെ യൗവനകാലത്തിൽ നമുക്ക് സൃഷ്ടാവിനെ ഓർക്കാൻ കഴിയാതെ പോയി, ഇപ്പോൾ നമ്മൾ വാർദ്ധക്യത്തിലേക്കോ അല്ലെങ്കിൽ യൗവനപ്രായം വിട്ട് മധ്യവയസ്കിലേക്കോ അല്ല അതിലേറെ വയസ്സിലേക്കോ നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് നഷ്ടപ്പെട്ടതായ സമയങ്ങളും ദിവസങ്ങളും നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിയുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ടതായ സന്ദേശമാണ് നമ്മളിവിടെ ഗ്രഹിക്കുന്നത്. ഇത് ദുഷ്കാലമാകയാൽ, ഈ കാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു, ഇത് ദുഷ്കാലമാണ്. ദുഷ്കാലം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഈവിൽ ഡേയ്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാത്താൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. ആരോട് ചോദിച്ചാലും പറയും ഇന്നത്തെ കാലം പണ്ടത്തെ പോലല്ല. പണ്ട് ഇത്രത്തോളം മനുഷ്യർ ദുഷ്ടന്മാരായിരുന്നിട്ടില്ല, പണ്ട് ഇത്രത്തോളം മനുഷ്യർ തെറ്റുകളിലേക്ക് പോയിരുന്നില്ല. ഇന്ന് വളരെ ശക്തമായി ലോകത്തിൽ തിന്മ വ്യാപരിക്കുന്ന സമയമാണ്. വിശുദ്ധ വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, ഇത് അന്ത്യകാലമാകിയാൽ സാത്താനും അവർ വളരെ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. സാത്താന്റെ പ്രവൃത്തികൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, തിന്മ വളരെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ തിന്മ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അന്ധകാരം കൂരിരുട്ട് ജാതികളെ മൂടുന്നു, ലോകത്തെ മൂടുമ്പോൾ
ആ കൂരിരുട്ടിന് പരിഹാരമായി ദൈവം ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരുമാണ്. എങ്ങനെയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്? പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ദൈവം അന്ധകാരത്തിലായിരുന്ന നമ്മെ വിടുവിച്ചു. ഇന്ന് ലോകത്തിൽ അന്ധകാരം പെരുകുമ്പോൾ, അന്ധകാരം കഴിഞ്ഞ നാളുകളെക്കാളും അധികമായി വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ പ്രസക്തി കൂടുകയാണ്. നമ്മുടെ പ്രസക്തി എന്ന് പറയുന്നത് ഈ അന്ധകാരത്തിൽ കർത്താവായി യേശുക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള, നമ്മെ പ്രകാശിപ്പിച്ചിട്ടുള്ള ആ അത്ഭുത വെളിച്ചം നമ്മിലൂടെ ലോകത്തിൽ വ്യാപരിക്കേണ്ടതായ ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇതേ ആശയം വരുന്നതായ ഒരു പ്രയോഗം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. പക്ഷെ അത് തികച്ചും വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കുന്നത്. സമയം എന്നുള്ള ആ പദത്തിന് പകരമായി അവസരം എന്നുള്ള പദം അവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയൊന്ന് ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അവസരം കിട്ടും പോലെ, സമയം കിട്ടും പോലെ എന്നാണ് എഴുതേണ്ടതെങ്കിലും അത് കൂടുതൽ വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മെ നയിക്കത്തക്കോണം പൗലോസ് പറയുന്നു, അവസരം കിട്ടും പോലെ. അപ്പോൾ സമയത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സമയത്തിൽ നമ്മൾ അവസരങ്ങളെ ഉളവാക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സുകാരൻ എന്താണ് ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ലൈഫ് ഇൻഷുറൻസ് ഏജന്റുമാര്, അങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനികൾ, അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥരായ ആളുകൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുറക്കുവാൻ, നമ്മൾ പോളിസി എടുക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്നതായ കാര്യം, അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ മറ്റൊരു വിഷയമായിരിക്കാം സംസാരിക്കുന്നത്. പക്ഷേ അവർ നമ്മളിൽ, അവർക്ക് സംസാരിക്കത്തക്കവണ്ണം അവരുടെ ബിസിനസ്സിലേക്ക് നമ്മെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഒരു അവസരമുണ്ടാക്കുവാൻ അവർ സംസാരിക്കാറുണ്ട്. പരിചയമില്ലാത്ത ആളുകളുടെ അടുക്കൽ പോലും പരിചയമുള്ളവരെ നടിച്ചുകൊണ്ട് അവർ കടന്നു ചെന്നിട്ട് അവർ അവസരങ്ങളെ ഉളവാക്കും. കാരണം അവരുടെ സമയങ്ങളെ അവർ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ലഭിക്കുന്ന സമയത്തിനുള്ളിൽ നല്ലൊരു ബിസിനസ് ചെയ്തെടുക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളും അവസരങ്ങൾ ഉണ്ടാക്കണം. നമ്മളിലേക്ക് അവസരങ്ങൾ തേടി വരുന്നത് വളരെ ശുഷ്കമാണ്. പക്ഷെ നമുക്ക് അവസരങ്ങളെ ഉളവാക്കുവാൻ സാധിക്കും. രോഗികളുടെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് അവസരങ്ങൾ ഉളവാക്കുവാൻ കഴിയും. മദ്യപന്മാരായ ആളുകളുടെ അടുക്കിലേക്ക് അവർ മദ്യപിച്ചിരിക്കുമ്പോഴല്ല, അവർ നല്ല സുബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ, ശാന്തരായിരിക്കുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് നമുക്ക് അവസരമുണ്ടാക്കി അവർക്ക് ഈ വെളിച്ചത്തെ പകർന്നു കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഇത് ദുഷ്കാലമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ദുഷ്കാലത്തിൽ ലഭിക്കുന്നതായ അവസരം, നമ്മൾ ഉളവാക്കുന്നതായ അവസരങ്ങളെ നാം നന്നായി ഉപയോഗിക്കണമെന്ന് ഇവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു വ്യക്തിയോടും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിൽ നമുക്ക് പറയാൻ തക്കതായ അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും അവസരങ്ങൾ നമ്മൾ ഉളവാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അപ്രകാരം അവസരങ്ങളെ ഉളവാക്കിയതായ സംഭവങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യെരുശലേമിൽ പെരുന്നാളെ കഴിഞ്ഞ് വരുന്നതായ എത്യോപ്യൻ രാജ്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ, അദ്ദേഹം തേരിൽ യെശയ്യാ പ്രവാചക പുസ്തകം വായിച്ചുകൊണ്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം അങ്ങനെ ഒരു മതഗ്രന്ഥം വായിക്കുക വഴി അദ്ദേഹം സമയം ചെലവഴിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസ് എന്ന പേരുള്ളതായ ദൈവദാസനോട് പറയുന്നു, നീ എഴുന്നേറ്റ് ഗസയ്ക്ക് എതിരെയുള്ള നിർജ്ജന പ്രദേശത്തൂടെ കടന്നുപോയി നീ ചെല്ലുക, ഒരു ഹൈവേയിലേക്ക് ചെല്ലുക എന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, വളരെ വേഗത്തിൽ യാത്ര ചെയ്തു പോകുന്നതായ ഷണ്ണൻ എന്നറിയപ്പെടുന്നതായ ഈ ഫിനാൻസ് മിനിസ്ട്രിയാണ് കാണുന്നത്. ഈ ഫിലിപ്പോസ് എന്ന ദൈവദാസൻ തേരിനോട് ചേർന്ന് നടന്നു. താൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു. ഒരു അവസരമുണ്ടാക്കി ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഒരവസരമാണ് അദ്ദേഹം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താ സംഭവിച്ചത്? അവിടെ അദ്ദേഹം വായിച്ച വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ഈ ഷണ്ണന് ഒരു പ്രകാശം പരത്തുവാൻ ഈ ദൈവദാസന് സാധിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ ഷണ്ണൻ രൂപാന്തരപ്പെടുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നു. യെരുശലേമിലെ പെരുന്നാളിന് പോയി കിട്ടാത്തതായ ഒരു വലിയ വിടുതല്, സൗഖ്യം, ഒരു വലിയൊരു പ്രകാശനം ഇദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. പലരും പെരുന്നാളിന് പോകുന്നുണ്ട്, പലരും ലോകത്തിലതായ ഉത്സവങ്ങൾക്കും പലരും ലോകത്തിലായ കാര്യങ്ങൾക്കൊക്കെ പോയി
ചെറിയൊരു സംതൃപ്തിയോടുകൂടെ അവർ മടങ്ങി വരുമ്പോൾ യഥാർത്ഥ സംതൃപ്തി അവർക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് എന്നുള്ള ആ സത്യം നമ്മൾ ഗ്രഹിച്ചറിഞ്ഞ് അവരോട് സംസാരിക്കുവാൻ നാം അവസരമുണ്ടാക്കണം. ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും നമ്മൾ അവസരമുണ്ടാക്കി നമ്മുടെ സമയത്തെ നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ആഹ്വാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ സമയങ്ങൾ നാം തക്കത്തിൽ ഉപയോഗിക്കണം. എന്തുകൊണ്ടെന്നാൽ സമയം തീരാറായി. കാലം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. സാത്താൻ അവന്റെ ശക്തി കൂടുതൽ പ്രകടമാക്കുവാൻ ആഗ്രഹിക്കുന്ന നാളുകളാണിത്. അവന്റെ അന്ത്യം അടുത്തു എന്നറിഞ്ഞിട്ട് അവൻ പൂർണ്ണ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ദിവസങ്ങളാണിത്. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾക്ക് അനേകരെ അന്ധകാരത്തിൽ നിന്നും വലിച്ച് ദൈവിക പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ഞങ്ങളാകുന്നുവല്ലോ. കർത്താവ്, ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ അവരുടെ സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുവാനും കർത്താവ് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ ആ അത്ഭുത വെളിച്ചം, ആ ജീവന്റെ വെളിച്ചം, കർത്താവെ സ്വർഗീയമായ പ്രകാശനം അവരുടെ മേൽ പ്രകാശിപ്പിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.